പ്രിയമുള്ളവരെ, നമ്മളിന്ന് എൽസിയം ഓഫ് 3, 6, 10 3, 6, 10 എന്നീ സംഖ്യകളുടെ എൽസിയം വളരെ ഡീറ്റെയിൽഡായിട്ട് കാണുവാനായി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 മെത്തേഡുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? ഒന്നാമത്തത് ട്രഡീഷണൽ മെത്തേഡ്, നമ്മൾ ആദ്യം മുതൽ പഠിച്ച് വരുന്ന മെത്തേഡാണ്. സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. മൂന്നാമത്തത് ഡിവിഷൻ മെത്തേഡ്. നാലാമത്തത് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ 4 ടൈപ്പ് മെത്തേഡുകളും പഠിക്കുവാനായി പോകും. അപ്പോൾ നമുക്ക് ആദ്യം ട്രഡീഷണൽ മെത്തേഡിലോട്ട് പോകാം. ആദ്യം നമുക്ക് ട്രഡീഷണൽ മെത്തേഡിലോട്ട് പോകാം. അവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ 3, 6, 10 നമ്മൾ ഈ സംഖ്യകളൊന്ന് എഴുതുകയാണ്. 3, 6, 10. ഓക്കെ, അപ്പോൾ ഇത് എൽസിയം എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? എൽസിയത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അത് ഓരോ സംഖ്യയുടെയും മൾട്ടിപ്പിൾസ് നമ്മൾ താഴെ എഴുതുകയാണ്. ഏറ്റവും ചെറുത് ആദ്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ 3, ദെൻ 6, 6, 9, 12, 15, 18, 21, then 24, 27, 30. നമ്മൾ 30 വരെ എഴുതി, തൽക്കാലം 30 വരെ എഴുതി നമ്മൾ നിർത്തുകയാണ്. 6ൻ്റെ മൾട്ടിപ്പിൾ 6, then 12, then 18, right, then 24, okay, then 30, then 36. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തൽക്കാലം നിർത്തും. നമുക്ക് നോക്കാം. 10ൻ്റെ മൾട്ടിപ്പിളോ 20, 30, 40, 50. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കോമൺ ആയിട്ടുള്ളത്, ഇവിടെ കോമൺ എത്രയും കോമൺ ആണോ? അല്ല. 6 കോമൺ ആണോ? ഓക്കെ, ഇവിടെയും ഉണ്ട്. പക്ഷേ ഇവിടെയുണ്ടോ? 6 ഇല്ല. അപ്പോൾ 6 കോമൺ അല്ല. 9 കോമൺ അല്ല. 12 കോമൺ അല്ല. 15 കോമൺ ആണോ? അല്ല. 18 കോമൺ ആണോ? അല്ല. 21, 24 കോമൺ ആണോ? 24 ഇവിടെയുണ്ടോ? ഇല്ല. ദെൻ 27, 30 നോക്കണ്ട. 30 കോമൺ ആണോ? 30 ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെയുണ്ട്. നമുക്കത് മാർക്ക് ചെയ്യാം. 30 ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയുണ്ടോ? ഇവിടെയും 30 ഉണ്ടല്ലോ. ഇവിടെയുണ്ടോ? ഇവിടെയും 30 ഉണ്ടല്ലേ. അതായത് ഇവിടെ 30 ഉണ്ട്, ഇത് ഇവിടെ 30 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടുത്തെ എൽസിയം എന്ന് കോമൺ ആയിട്ടുള്ള എൽസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എൽസിയം നമുക്ക് കിട്ടി. എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു രീതി. നമുക്ക് ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്ന് ചെയ്താലോ? ഏതൊക്കെയാണ് നമ്പറുകൾ? 3, 6, 12. ഓക്കെ, 3. ഓക്കെ, നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ 3യുടെയും 6ൻ്റെയും 12ൻ്റെയും ഫാക്ടറൈസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഫാക്ടറൈസ് നമ്മൾ ആദ്യം 2 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടി? 1. എത്ര 3 ഉണ്ട് ഇവിടെ? 1 കിട്ടുന്നവരെയും ചെയ്യണം കേട്ടോ. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എത്ര 3 ഉണ്ട്? 3/1 എന്ന് എഴുതാം. ഒരു 3. 6നെ നമ്മൾ ചെയ്താലോ? ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 ടൈംസ് അല്ലേ. വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 1. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 2ഉം 3യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 ടൈം അല്ലേ. 3/1 ടൈം അല്ലേ. ഓക്കെ, നമുക്ക് ഇനി അത് 12 അല്ലല്ലോ, സോറി 10 അല്ലേ. നമുക്ക് 10ൻ്റെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? 10 ആദ്യം 2 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 5. ദെൻ 5 കൊണ്ട് ചെയ്യാം. 1. അപ്പോൾ ഇവിടെ എത്ര 2 കൊണ്ട്? 2/1, 5/1. ഇനി നമ്മൾ നോക്കുക, ഇവിടെ 2 നോക്കുക. 2 അല്ല ചെറിയ നമ്പർ. 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എത്ര പ്രാവശ്യമുണ്ട്? 1 ടൈം അല്ലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 2/1 ഉള്ളൂ. അപ്പോൾ നമുക്ക് 2/1 എടുക്കാം. ഓക്കെ, ഇൻഡ് മൾട്ടിപ്ലൈ ആണ്. 3 ഉണ്ടോ? ഇവിടെ 3 ഇല്ല. ഓക്കെ, പോട്ടെ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു പ്രാവശ്യം 3 ഉണ്ട്, ഇവിടെയും ഒരു പ്രാവശ്യം 3. അപ്പോൾ നമ്മൾ ആ 3 എടുക്കുന്നു. ഇവിടെ 5 ഉണ്ടോ?
ഇവിടെയുണ്ട് 5 ഇല്ല, ഇവിടെ ഉണ്ടല്ലേ. എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യം. അപ്പോൾ അതും കൂടെ നമ്മൾ എടുക്കും. അതായത് 2 × 3 × 5 നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ആൻസർ 30. അപ്പോൾ ഇവിടെ നമുക്ക് LCM 30 കിട്ടി അല്ലേ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, അടുത്ത മെത്തേഡ് എന്താണ്? ഡിവിഷൻ മെത്തേഡാണ്. അത് നമ്മൾ അടുത്ത മെത്തേഡിലോട്ട് പോവുകയാണ്. അത് നമ്മളിങ്ങനെ എഴുതുക, 3, 6, 10. നമ്മളിതിനെ കോമൺ ആയിട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ 3 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 2, 3 6 അല്ലേ. അപ്പോൾ 3 ആണ്. 10ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 5 ടൈംസ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി 2 കൊണ്ട് പറ്റുമോ? ഇല്ല, ഇവിടെ 3 ഉണ്ടല്ലോ. നമുക്ക് 3 കൊണ്ട് നോക്കിയാലോ? 3 1 ടൈം അല്ലേ. 3 1 ടൈം അല്ലേ. 5 ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അടുത്ത നമുക്ക് ഇനി 5 അല്ലേ ഉള്ളൂ. 5 കൊണ്ട് ചെയ്താലോ? ഇവിടെ 1, ഇവിടെ 1. 5ൽ 5 എന്ന് പറയുന്ന ഒരു പ്രാവശ്യം. നമുക്ക് എത്ര കിട്ടി? ഈ സംഖ്യകൾ എടുക്കുക. 2, 3 അല്ലേ 5. അതായത് 2 × 3 × 5. 2 3 6, 6 5 30. അപ്പോൾ ഇവിടെ നമുക്ക് LCM കിട്ടിയല്ലോ. ഇനി അടുത്ത മെത്തേഡ് എന്താണ്? ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമുക്ക് നമ്മൾ കാണാൻ, നമ്മൾ സാധാരണ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡുകൾ ചെയ്താൽ നടക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫാക്ടറൈസേഷൻ മെത്തേഡൊക്കെ ഒരുപാട് സമയം പോകും അല്ലേ. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെ ചെയ്യാം? നമ്മുടെ നമ്പറുകൾ എന്തൊക്കെയാണ്? 3 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, നോക്കുക. നമ്മൾ ആദ്യം വലിയ നമ്പർ എടുക്കുക. വലിയ നമ്പർ 10 അല്ലേ. നമുക്ക് 3യുടെ ടേബിളിൽ 10 വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 10ൻ്റെ ഗുണിതങ്ങൾ എടുക്കാം. 10ൻ്റെ ഗുണിതങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് 20 അല്ലേ. നോക്കുക, 3യുടെ ടേബിളിൽ 20 വരുമോ? ഇല്ല. 6ൻ്റെ ടേബിളിൽ 20 വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇനി 10ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 30 അല്ലേ. നമുക്ക് 3യുടെ ടേബിളിൽ 30 വരുമോ? യെസ്. 6ൻ്റെ ടേബിളിൽ 30 വരുമോ? യെസ്. അപ്പോൾ നമ്മളുടെ LCM എന്ന് പറയുന്നത് എന്താണ്? LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 രീതിയിൽ നമ്മൾ ചെയ്യുവാൻ പഠിച്ചു. അപ്പോൾ ഒരു ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതി എന്താണ്, ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ചെയ്യാം. കുറേ കൂടെ വലിയ സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്താണ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡൊക്കെയാണ് നമുക്ക് നല്ലത്. ഓക്കെ, താങ്ക് യു.